ഹരേ കൃഷ്ണ. അധ്യായം 5 ശ്ലോകം 16. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. വിവർത്തനം: അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം കൈവരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം കൈവരിക്കുമ്പോൾ അജ്ഞാനം മാഞ്ഞു പോവുകയും പകൽ സമയത്ത് സൂര്യൻ വെളിവാകുമ്പോൾ എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് പോലെ നമ്മുടെ മനസ്സിലെ അന്ധകാരമെല്ലാം മാറി നമുക്ക് പ്രകാശമയമായി മാറാൻ സാധിക്കും എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അജ്ഞാനം പിടിപെടുന്നത്? നമ്മൾ ഭഗവാനെ മറന്നു പോകുമ്പോഴാണ് അജ്ഞാനം നമ്മളെ പിടികൂടുന്നത്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ഉദിക്കുമ്പോൾ നാം ഈ ശരീരമല്ല, നാം ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള അംശമായിട്ടുള്ള ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. അപ്പോൾ നാം എപ്പോഴും ശരീരബോധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തെ മാറ്റി നമ്മൾ ഈ ശരീരമല്ല, നാം ആത്മാവാണ് എന്ന് തിരിച്ചറിയലാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് കൈവരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരുന്നത് എന്ന് ഭഗവാൻ പറയാണ്. അതിനെയാണ് ഭഗവാൻ പകൽ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാം വെളിവാകുന്നത് പോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അജ്ഞാനം പിടിപെടുകയില്ല. കൃഷ്ണ സൂര്യ സമ മായാഹയ അന്ധകാര യാഹാൻ കൃഷ്ണ നാഹി മായേര അധികാര എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ സൂര്യസമനാണ്. അപ്പോൾ കൃഷ്ണൻ സൂര്യസമനായിട്ട് നിൽക്കുമ്പോൾ മായയുടെ അന്ധകാരത്തിന് അവിടെ സ്ഥാനമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ മായ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു യഥാർത്ഥ ജ്ഞാനം നമ്മൾ കൈവരിക്കുകയാണ് ചെയ്യേണ്ടത്. നാം ഭഗവാന്റെ അംശമായിട്ടുള്ള ശാശ്വതരായിട്ടുള്ള ജീവാത്മാക്കളാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാനം നമ്മൾ എപ്പോഴാണ് കൈവരിക്കുന്നത്? ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രബധ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ എന്നാണ് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇപ്പോൾ ബഹുനാം ജന്മനാം അന്തേ, ഒരുപാട് ജനന മരണങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി ആവശ്യമായിട്ടുള്ള ജ്ഞാനം കൈവരിക്കുകയും വാസുദേവനാണ് എല്ലാത്തിൻ്റെയും കാരണവും കാരണഭൂതനും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് അയാൾ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ യഥാർത്ഥ ജ്ഞാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിലൂടെ മാത്രമാണ് നമുക്ക് ഈ യഥാർത്ഥ ജ്ഞാനം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. ആ ആധ്യാത്മിക ഗുരുവാണ് നമുക്ക് ഭഗവാനെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത്. നാം ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഗുരുവാണ്. ഇപ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ മുക്തി എന്ന് പറയുന്നത് അന്യതാരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ച്, സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള അന്യതാരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടുക. അതാണ് യഥാർത്ഥ മുക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ മരണശേഷവും നമുക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമ്മൾ 5 തരത്തിലാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ 5 തരത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ശാശ്വതമായിട്ട് ഭഗവാന്റെ സേവനങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് യഥാർത്ഥ മുക്തി എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നു, നത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമഹ സർവേ വയമതപരം എന്ന് പറയുന്നു 2ാമത്തെ അധ്യായത്തിൽ. അവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? നീയും ഞാനും ഇക്കാണുന്ന രാജാക്കന്മാരും എന്നും എല്ലാ കാലവും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ
മരണശേഷവും ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് ശേഷവും നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തോടു കൂടി നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. തനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥ ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനം കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണാവബോധത്തിലിരിക്കുമ്പോൾ നമുക്ക് സാധ്യമാകും. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. അത് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.